നമുക്കിന്ന് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോർഷൻസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇറിഗേഷൻ എന്നും അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ദാറ്റ് ഈസ് നമ്മൾ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫീൽഡ്, അവിടേക്ക് വാട്ടർ ആർട്ടിഫിഷ്യലായിട്ട് സപ്ലൈ ചെയ്യുന്നു. എപ്പോഴാണ് അതിൻ്റെ ആവശ്യം വരുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള ഇറിഗേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആകുന്നത് റെയിൻ വഴിയാണ് അല്ലേ. അപ്പം ഈ റെയിൻ എന്ന് പറയുന്നത് സീസണബിൾ ആണ്, അത് എല്ലായ്പ്പോഴും അവൈലബിൾ ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയ ഏതാണോ അതനുസരിച്ചിട്ടിരിക്കും റെയിനിൻ്റെ അവൈലബിലിറ്റി. അപ്പോൾ ആ ഏരിയാസിൽ റെയിൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അവിടേക്ക് വാട്ടർ സപ്ലൈ ചെയ്യേണ്ടി വരും പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആക്കുക എന്നുള്ളതാണ്. എന്താണ് ഇറിഗേഷൻ? ആർട്ടിഫിഷ്യൽ സപ്ലൈ ഓഫ് വാട്ടർ ടു ഇൻക്രീസ് ക്രോപ്പ് പ്രൊഡക്ഷൻ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ ആണ്. നമുക്ക് അതുപോലെ ഇറിഗേഷന് ഒരുപാട് അഡ്വാൻറ്റേജസും കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഫസ്റ്റ് തന്നെ ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ അല്ലേ, നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ പറഞ്ഞു ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുന്നുണ്ട്. നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. അപ്പം ഈ ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണം. കനാൽസ്, ഡാംസ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേബർ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. അങ്ങനെ അതുപോലെ കൺസ്ട്രക്ഷന് മാത്രമല്ല മെയിൻ്റെനൻസ് ഒക്കെ ആവശ്യം വരുമല്ലോ ഈ സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതിനെല്ലാം ലേബേഴ്സ് അത്യാവശ്യമാണ്. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ആകുന്നുണ്ട്. ഈ ഫുഡ് പ്രൊഡക്ഷൻ എംപ്ലോയ്മെൻ്റ് ഒക്കെ കൂടുന്നതനുസരിച്ച് ആസ് യൂഷ്വൽ റവന്യൂ നമ്മൾ ഇൻക്രീസ് ആകുന്നു. നെക്സ്റ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. ഏതാണ് കനാൽസ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറിഗേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആകുമ്പോഴത്തേക്കും അങ്ങനത്തെ വരൾച്ചയുള്ള ഏരിയാസിലൊക്കെ എന്ത് സംഭവിക്കും? നമുക്ക് ഡ്രോട്ടിനെതിരായിട്ടുള്ളൊരു റെമഡി ആയിട്ട് ഇറിഗേഷനെ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടറിനെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് ഹൈഡ്രോഇലക്ട്രിക് പവർ ജനറേഷനും അവിടെ പോസിബിൾ ആകുന്നുണ്ട്. നമുക്ക് ഈ അഡ്വാൻറ്റേജസിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് പറയാൻ പറ്റും. ഡയറക്റ്റ് ബെനിഫിറ്റ് എന്നും ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് എന്നും. ദാറ്റ് ഈസ് ഈ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ആകുക, ക്രോപ്പ് പ്രൊട്ടക്ഷൻ ഇൻക്രീസ് ആകുക. അത് ഇറിഗേഷൻ വഴി നമുക്ക് പോസിബിൾ ആകുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. അപ്പം ഈ കനാൽസും ഡാംസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇറിഗേഷന് വേണ്ടിയിട്ടാണെങ്കിലും കനാൽസ് നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇറിഗേഷനിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടിയൊരു ബെനിഫിറ്റ് അല്ലേ. അതുപോലെ ഡാംസിൻ്റെ കാര്യം എടുത്താൽ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹൈഡ്രോഇലക്ട്രിക് പവർ ജനറേഷന് പോസിബിൾ ആകുന്നുണ്ട്. അങ്ങനെ അഡ്വാൻറ്റേജസിനെ നമുക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് എന്നും ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാനും കഴിയും. നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇറിഗേഷൻ നോക്കാം. ഫസ്റ്റ് വാട്ടർ ലോഗിങ് ക്യാൻ റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് പ്ലാന്റ് ഈൽഡ് അല്ലേ. പ്ലാന്റിൻ്റെയൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വാട്ടർ മാത്രം മതിയോ? പോരാ, എയർ സർക്കുലേഷനും അവിടെ വേണം. ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എയർ സർക്കുലേഷൻ കിട്ടാതെ വരും. അങ്ങനെ വാട്ടർ ലോഗിങ് ഉണ്ടാകും. വാട്ടർ ലോഗിങ് ഉണ്ടാകുമ്പോഴത്തേക്കും പ്ലാന്റിൻ്റെ ഗ്രോത്തിൻ്റെയൊക്കെ ഈൽഡ് തന്നെ റിഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഈ വാട്ടർ ലോഗിങ് ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഡാമ്പും അൺഹൈജീനിക്കും ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലേ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മോസ്കിറ്റോസ് ഒക്കെ ബ്രീഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇതെല്ലാം പ്ലാന്റിൻ്റെ ഈൽഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ, നമ്മൾ ഒരുപാട് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഇതെല്ലാം. ദാറ്റ് ഈസ് കനാൽസ്, ഡാംസ് എന്നൊക്കെ പറയുന്നത് വലിയ ഹ്യൂജ് സ്ട്രക്ചേഴ്സാണ്. അതെല്ലാം വളരെ കോസ്റ്റ്ലിയുമാണ്. ഇത് മൂന്നുമായിരിക്കും മെയിൻ ആയിട്ടുള്ള ഇറിഗേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. എന്താണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്? നമ്മൾ പറഞ്ഞു എന്താണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ്. ഇത് പോസിബിൾ ആകുന്നത് എങ്ങനെയാണ്? ഡാംസ്, കനാൽസ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻ വാട്ടർ സോഴ്സിൽ നിന്നും ഈ സ്ട്രക്ചേഴ്സ് വഴിയായിരിക്കും അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് നമ്മൾ വാട്ടർ എത്തിക്കുന്നത്. അപ്പം ഈ സ്ട്രക്ചേഴ്സിനെ കൺസ്ട്രക്ട് ചെയ്യാനും അതുപോലെ തന്നെ നാച്ചുറൽ വാട്ടർ സോഴ്സിൽ നിന്നും ഈ സ്ട്രക്ചേഴ്സ് വഴി അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വാട്ടർ എത്തിക്കുന്നതിനെയൊക്കെ കൺട്രോൾ ചെയ്യുകയും ഹാർനസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. It's a branch of engineering which deals with controlling and harnessing of various natural sources of water by construction of dams, canals and finally distributed to agricultural fields. Okay. നെക്സ്റ്റ് നമുക്ക് ഇറിഗേഷൻ പ്രോജക്ട്സിൻ്റെ ടൈപ്പ് നോക്കാം.
മെയിൻലി 3 ടൈപ്പ് ഓഫ് ഇറിഗേഷൻ പ്രോജക്ട്സ് ആണുള്ളത്. ഡയറക്റ്റ് ഓർ റിവർ കനാൽ സിസ്റ്റം, സ്റ്റോറേജ് ഓർ ടാങ്ക് സിസ്റ്റം, കമ്പൈൻഡ് സിസ്റ്റം. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇറിഗേഷൻ പ്രോജക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് ഡയറക്റ്റ് ഓർ റിവർ കനാൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ഓർ റിവർ കനാൽ സിസ്റ്റത്തിൽ നമ്മുടെ വാട്ടർ സോഴ്സ് ഏതാണോ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫീൽഡിലേക്ക് ഡൈവേർട്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് ത്രൂ കനാൽസ് വഴി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പെരിനിയൽ റിവർ ആയിരിക്കും വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. പെരിനിയൽ റിവർ മീൻസ് ത്രൂ ഔട്ട് ദ ഇയറിലും അവിടെ വാട്ടർ അവൈലബിൾ ആയിരിക്കും. അപ്പം ആ കേസസിൽ നമ്മൾ വാട്ടർ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ത്രൂ ഔട്ട് ദ ഇയറും വാട്ടർ അവൈലബിൾ ആയതുകൊണ്ട് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് മാത്രമല്ല, അവിടെ കോമൺലി ഡെൽറ്റായിക് ഏരിയയിലായിരിക്കും ഈ ഡയറക്റ്റ് ഓർ റിവർ കനാൽ സിസ്റ്റം പോസിബിൾ ആവുന്നത്. ദാറ്റ് ഈസ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ഹില്ലി ഓർ മൗണ്ടെയിൻസ് ഏരിയാസ് ഒന്നും ആയിരിക്കത്തില്ല. ഇതിലൊരു എക്സാമ്പിളാണ് ഗംഗ കനാൽ കൺസ്ട്രക്റ്റഡ് ഇൻ 1856 എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞത് PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഗംഗ കനാൽ കൺസ്ട്രക്റ്റഡ് ഇൻ 1856 എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓർ റിവർ കനാൽ സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡയറക്റ്റ് ഓർ റിവർ കനാൽ സിസ്റ്റം ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ റിവർ കണ്ടോ, റിവറിന് അക്രോസ് ആയിട്ട് ഒരു ഡൈവേർഷൻ വെയർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിന് മുകളിലായിട്ട് മെയിൻ കനാൽസ് കാണാം. അപ്പോൾ ഡൈവേർഷൻ വെയർ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ വാട്ടറിൻ്റെ ലെവൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ നമുക്ക് ഈസിലി നമുക്ക് മെയിൻ കനാൽസ് വഴി ലെവൽ റൈസ് ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം പെട്ടെന്ന് ഒഴുകി പോകും. മെയിൻ കനാൽസ് വഴി നമുക്ക് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വാട്ടർ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റോറേജ് ഓർ ടാങ്ക് സിസ്റ്റം. നമ്മൾ പേരിൽ പറയുന്ന പോലെ തന്നെ അവിടെ സ്റ്റോറേജ് ഉണ്ട്. ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ പെരിനിയൽ റിവർ ആയിരിക്കത്തില്ല വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. പെരിനിയൽ റിവറിൽ ത്രൂ ഔട്ട് ദ ഇയർ വാട്ടർ അവൈലബിൾ ആണല്ലോ, അപ്പോൾ സ്റ്റോറേജ് പോസിബിൾ ആകണ്ട. പക്ഷെ ഇവിടെ നിന്ന് പറയുന്നത് ഇനണ്ടേഷൻ റിവറാണ് സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഒക്കെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷനും സ്റ്റോറേജ് ഓർ ടാങ്ക് സിസ്റ്റത്തിൽ പോസിബിൾ ആക്കാം. അതുപോലെ തന്നെ നോൺ ഡെൽറ്റാനിക് റീജിയനിലായിരിക്കും അത് കോമൺലി ഫോളോ ചെയ്യുന്നത് സ്റ്റോറേജ് ഓർ ടാങ്ക് സിസ്റ്റം. ദാറ്റ് ഈസ് ഹില്ലി ഓർ മൗണ്ടെയിൻസ് റീജിയൻസിലൊക്കെ. അപ്പോൾ ഇനണ്ടേഷൻ റിവർ എന്ന് പറഞ്ഞാൽ സീസണബിൾ മാത്രമേ അവിടെ വാട്ടർ കാണത്തുള്ളൂ. പെരിനിയൽ റിവർ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയറും വാട്ടർ അവൈലബിൾ ആണ്. അടുത്തത് ഈ സ്റ്റോറേജ് ഓർ ടാങ്ക് സിസ്റ്റത്തിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ റിവറിന് അക്രോസ് ആയിട്ട് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് ഒരു സ്റ്റോറേജ് റിസർവെയർ അതിൻ്റെ മുകളിൽ ഫോം ചെയ്യുന്നു. എന്നിട്ട് ത്രൂ കനാൽസ് വഴി നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വാട്ടർ എത്തിക്കുന്നു. നമ്മളൊരു സിമ്പിൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണുന്നത്. നെക്സ്റ്റ് കമ്പൈൻഡ് സിസ്റ്റം. കമ്പൈൻഡ് സിസ്റ്റത്തിൽ ബോത്ത് സ്റ്റോറേജ് ഓർ ടാങ്ക് സിസ്റ്റവും ഡയറക്റ്റ് ഓർ റിവർ കനാൽ സിസ്റ്റവും പോസിബിൾ ആകുന്നുണ്ട്. വെച്ചാൽ ഡയറക്റ്റ്ലി നമ്മൾ ത്രൂ കനാൽസ് വഴി നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വാട്ടർ എത്തിക്കുന്നുമുണ്ട്. അവിടെ സ്റ്റോറേജ് ടാങ്കിലേക്ക് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വാട്ടർ എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് പറയുന്നത് പവർ ജനറേഷന് വേണ്ടിയിട്ട് മാത്രമല്ല, ഫിഷറി, റീക്രിയേഷൻ, ഫ്ലഡ് കൺട്രോൾ ഇതെല്ലാം നമുക്ക് കമ്പൈൻഡ് സിസ്റ്റം വഴി പോസിബിൾ ആണ്. അപ്പം ഈ ഫിഗർ എന്ന് പറയുന്നത് കമ്പൈൻഡ് സിസ്റ്റം കാണിക്കുന്ന ഒരു ഫിഗറാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ പ്രോജക്ട്സ്. മെയിൻലി 3 ടൈപ്പ് ഓഫ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണുള്ളത്. മേജർ പ്രോജക്റ്റ്, മീഡിയം പ്രോജക്റ്റ്, സ്മോൾ പ്രോജക്റ്റ്. അപ്പോൾ ഈ 3 പ്രോജക്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് CCAയുടെയും കോസ്റ്റിൻ്റെയും ബേസിസിലായിരിക്കും. CCA മീൻസ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ. എന്താണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നമുക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇറിഗേഷനിൽ ദാറ്റ് ഈസ് പോസിബിൾ ആയിട്ടുള്ള ഇറിഗേഷനിൽ എത്രമാത്രം ഏരിയയിൽ കൾട്ടിവേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് CCA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എത്രമാത്രം ഏരിയയിലാണ് ഇപ്പോൾ നമുക്കൊരു ഇത്ര ഇറിഗേഷൻ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഇറിഗേഷൻ വഴിയിൽ എത്രമാത്രം ഏരിയയിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് CCA. പിന്നെ കോസ്റ്റ്, ഈ CCAയുടെയും കോസ്റ്റിൻ്റെയും ബേസിസിലായിരിക്കും നമ്മൾ പ്രോജക്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മേജർ പ്രോജക്റ്റ്, മീഡിയം പ്രോജക്റ്റ്, സ്മോൾ പ്രോജക്റ്റ്. മേജർ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 10,000 ഹെക്ടേഴ്സ് ആയിരിക്കും CCA. കോസ്റ്റ് 5 crore വരും. മീഡിയം പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2,000 to 10,000 ഹെക്ടേഴ്സ് ആയിരിക്കും CCA. കോസ്റ്റ് 0.25 to 5 crore വരെ. സ്മോൾ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ CCA ലെസ് ദാൻ 2,000 ഹെക്ടേഴ്സ് ആയിരിക്കും. കോസ്റ്റ് 0.25 to 0.5 crore ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സോയിൽ വാട്ടർ. ഓക്കെ, എന്താണ് സോയിൽ വാട്ടർ എന്ന് പറയുന്നത്? സോയിലിൽ പ്രസന്റ് ആയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ സോയിൽ വാട്ടർ എന്ന് പറയും.
നമുക്കറിയാം സോയിൽ എന്ന് പറഞ്ഞൊരു പോറസ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലേ. നമുക്കൊരു 3 ഫേസ് സിസ്റ്റം ഒന്നും പറയാം. അതിനകത്ത് എയർ കാണും, അതുപോലെ തന്നെ വാട്ടർ കാണും, സോളിഡ്സും കാണും. അപ്പം ഈ ടൈപ്പ് ഓഫ് സോയിൽ വാട്ടർ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: കാപ്പിലറി വാട്ടർ, ഗ്രാവിറ്റേഷണൽ വാട്ടർ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഫസ്റ്റ് കാപ്പിലറി വാട്ടർ. എന്താണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്? സോയിലിന്റെ പോർസിൽ പ്രസന്റ് ആയിട്ടുള്ള വാട്ടറാണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. ഈ വാട്ടർ ആയിരിക്കും പ്ലാന്റ് ഒക്കെ അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സോയിലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. നെക്സ്റ്റ് ഗ്രാവിറ്റേഷണൽ വാട്ടർ. ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് വെച്ചാൽ സോയിലിന്റെ പോർസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ഈ ഗ്രാവിറ്റി ഫോഴ്സ് മൂലം സീപോർട്ട് ചെയ്ത് താഴോട്ട് പോകാറുണ്ട്. അങ്ങനെ താഴോട്ട് പോകുന്ന വാട്ടറിനെയാണ് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത്. ഈ വാട്ടർ താഴോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റിന് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഈ വാട്ടറിനെ. നെക്സ്റ്റ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത് സോയില് അറ്റ്മോസ്ഫിയറിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന വാട്ടറാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. ഇതും പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്ലാന്റിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, അത് അവൈലബിൾ ആയിരിക്കത്തില്ല പ്ലാന്റിന്. ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവൻ ട്രൈ സാമ്പിൾ എടുത്തെന്ന് വെച്ചൊരു കുറച്ച് സോയിൽ സാമ്പിൾ നമ്മൾ ഓവൻ ട്രൈ ചെയ്ത് വെച്ചു, അതിൻ്റെ വെയിറ്റ് എടുത്ത് വെച്ചു. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് പിന്നെയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് വെയിറ്റ് കൂടിയിരിക്കും. വളരെ എമൗണ്ട് കുറച്ച് വെയിറ്റ് ആയിരിക്കും കൂടുന്നത്, എങ്കിലും ആ വെയിറ്റ് എന്ന് പറയുന്നത് ആ സോയിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുത്ത വാട്ടറിൻ്റെ വെയിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് നോക്കാം. ഫസ്റ്റ് സാച്ചുറേഷൻ കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു സോയിലിൽ പോർസ് എന്ന് പറയുന്നതുണ്ട്. ആ പോർസിൽ എയറും സോയിൽ പാർട്ടിക്കിൾസും വാട്ടറും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സോയിലിൽ പ്രസൻറ്റ് ആയിരിക്കുന്ന എയറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാൻ എത്രമാത്രം വാട്ടർ ആവശ്യമാണ് എന്നുള്ളതാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ഫിൽ അപ്പ് ദ പോർ സ്പേസസ് ഇൻ സോയിൽ ബൈ റീപ്ലേസിങ് എയർ. നെക്സ്റ്റ് ഫീൽഡ് കപ്പാസിറ്റി. ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ കാപ്പിലറി വാട്ടറിൽ വാട്ടർ എന്ന് പറയുന്നത് പോർസിൽ നിന്നും സീപോർട്ട് ചെയ്ത് താഴേക്ക് പോകുമെന്ന്. അങ്ങനെ ഗ്രാവിറ്റി ഫോഴ്സ് മൂലം താഴേക്ക് പോയാലും കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടറിന് നമുക്ക് സോയിലിന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വാട്ടറിനെയാണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ്. പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്ലാന്റിൻ്റെ റൂട്ടായിരിക്കും വാട്ടറിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ വാട്ടറിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് ഒരു മാക്സിമം ലിമിറ്റ് ആയി കഴിഞ്ഞാൽ അതിന് പിന്നീട് വാട്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല സോയിലിന്, പ്ലാന്റിന്. അങ്ങനെ ഒരു മാക്സിമം ലിമിറ്റ് ഓഫ് വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് പ്ലാന്റ് എക്സ്ട്രാക്ട് വാട്ടർ, അതിനെയാണ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവൈലബിൾ മോയ്സ്ചർ. അവൈലബിൾ മോയ്സ്ചർ മീൻസ് ഈ ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം വാട്ടർ അവിടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ് അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോർ വാട്ടറിങ്. കോർ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് വാട്ടർ ഗീവൻ ടു ദ പ്ലാന്റ് ആഫ്റ്റർ ദേ ഹാവ് ഗ്രോൺ ഫ്യൂ സെൻറ്റിമീറ്റർ ഹൈറ്റ്. പ്ലാന്റ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹൈറ്റിൽ നമ്മൾ ഗ്രോൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റിൽ നമുക്ക് പ്ലാന്റിന് വാട്ടർ കൊടുക്കും. ആ കൊടുക്കുന്ന വാട്ടറിനെയാണ് കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കോമൺലി എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്രോപ്സിൻ്റെയും അതിൻ്റെ കോർ ഡെപ്തുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. വീറ്റിൻ്റെ കോർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 13.5 സെൻറ്റിമീറ്റർ. കോർ ഡെപ്ത് മീൻസ് ഇപ്പോൾ വീറ്റ് എത്രമാത്രം ഹൈറ്റിലാണോ വളർന്നത്, ഗ്രോൺ ചെയ്തത്, അപ്പോൾ ആയിരിക്കും നമ്മൾ അപ്പോൾ കൊടുക്കുന്ന കോർ വാട്ടറിങ്ങില്ലേ, നമ്മൾ ഫസ്റ്റ് വാട്ടറിങ്, അപ്പോൾ അത് എത്രമാത്രം ഡെപ്തിലാണ് വളരുമ്പോഴാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കോർ ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഷുഗർ കെയിൻ എന്ന് പറയുന്നത് 16.5 സെൻറ്റിമീറ്റർ, റൈസിന് 19 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് പാലിയോ ഇറിഗേഷൻ. പാലിയോ ഇറിഗേഷൻ മീൻസ് ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോവിങ് ഫോർ ലാൻഡ് പ്രിപ്പറേഷൻ. നമ്മൾ ഈ സോവിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്ന വാട്ടറിനെയാണ് നമ്മൾ പാലിയോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. പാലിയോ ഇറിഗേഷനെ പലേവ എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് റൂട്ട്സ് ഓൺ ഡെപ്ത്. റൂട്ട്സ് ഓൺ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡെപ്ത് അപ് ടു വിച്ച് ക്രോസ് സ്പ്രെഡ് ഇറ്റ്സ് റൂട്ട് ടു എക്സ്ട്രാക്ട് വാട്ടർ അല്ലേ. പ്ലാന്റിൻ്റെയൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലാന്റിൻ്റെ റൂട്ടാണല്ലോ വാട്ടറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഡെപ്തിൽ റൂട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട് വാട്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ എന്നുള്ളതാണ് റൂട്ട്സ് ഓൺ ഡെപ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓവർലാപ്പ് അലോവൻസ്. ഓവർലാപ്പ് അലോവൻസ് എന്ന് വെച്ചാൽ
നമ്മളൊരു പർട്ടിക്കുലർ സീസണിലായിരിക്കും നമ്മൾ ക്രോപ്പ് എന്ന് പറയുന്നത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു എസ്റ്റിമേഷൻ നമുക്ക് കാണും, ഇത്ര പീരീഡ് എടുത്തിട്ടായിരിക്കും നമുക്ക് ആ ക്രോപ്പ് എന്ന് പറയുന്നത് ഹാർവസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ക്രോപ്പ് എന്ന് പറയുന്നത് മെച്ചുവർ ആകുന്നത്. പക്ഷേ ചില സമയത്തൊക്കെ ഈ ക്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ടൈമിൽ അത് മെച്ചുവർ ആകണമെന്നില്ല, അത് അടുത്ത സീസണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ബട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യണമല്ലോ. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ മെയ് എന്നുള്ള ആ ഒരു 3 മാസം കൊണ്ട് മെച്ചുവർ ആകുന്ന ഒരു ക്രോപ്പാണെന്ന് ഇരിക്കട്ടെ. ബട്ട് അത് മെയ്യിൽ മെച്ചുവർ ആകാതെ ജൂൺ ജൂലൈ ഓഗസ്റ്റിലേക്കും കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ ആ ടൈമിൽ നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വാട്ടർ സപ്ലൈ ആണ് നമ്മൾ ഓവർലാപ്പ് അലോവൻസ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻഡ് ഓഫ് വാട്ടർ ടു ബി സപ്ലൈഡ് ഫോർ മെച്ചുറിങ് എ പർട്ടിക്കുലർ ക്രോപ്പ് ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം വൺ സീസൺ ടു അനദർ. നെക്സ്റ്റ് ക്രോപ്പ് റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് 2 മെയിൻ ക്രോപ്പ് സീസൺസ്. 2 മെയിൻ ക്രോപ്പ് സീസൺസ് എടുത്താൽ അതിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസിൻ്റെ റേഷ്യോയെ നമുക്ക് ക്രോപ്പ് റേഷ്യോ എന്ന് പറയാം. ദാറ്റ് ഈസ് ഇപ്പോൾ റാബി ക്രോപ്സ്, ഖാരിഫ് ക്രോപ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ 2 മെയിൻ ക്രോപ്സ് എടുത്താൽ അതിൻ്റെ സീസൺസിൽ എത്രമാത്രം ഏരിയയിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ റേഷ്യോസ് എടുക്കണം. ദ റേഷ്യോസ് ഏരിയാസ് ഓഫ് 2 മെയിൻ ക്രോപ്പ് സീസൺസ് ഈസ് കാൾഡ്